നമസ്കാരം. കഴിഞ്ഞ ദിവസം കെ.വി. രാജശേഖരൻ സാറിനോടൊപ്പമുള്ള വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, നമ്മുടെ പൂർവാഞ്ചല മേഖലയിൽ നിന്ന്, നമ്മുടെ അഷ്ടൈശ്വര്യമായിട്ടുള്ള ആ പ്രദേശത്തു നിന്ന് 7 പേരെ, 6 യുക്രൈൻ പൗരന്മാരെയും ഒരു അമേരിക്കൻ പൗരനെയും പിടികൂടി ചോദ്യം ചെയ്തു വരുന്നു എന്ന്. NIA ആഭിമുഖ്യത്തിലാണ് അറസ്റ്റ് നടന്നത്. NIA CIA പിടിച്ചു എന്നുള്ള തലക്കെട്ടിലാണ് ആ ടോക്ക് വന്നത്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വളരെ ഭീകരമായിട്ടുള്ള വിവരങ്ങളിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതായത് വലിയൊരു ഭീകര സംഘത്തിൻ്റെ ചെറിയൊരു ഭാഗത്തെയാണ് അന്ന് പിടിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. അതായത് 20 പേരടങ്ങുന്ന വലിയ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു ഈ 7 പേർ. ഈ 7 പേരെ ഇപ്പോൾ ഈ 7 പേരെയും ബാക്കിയുള്ള 13 പേരെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇന്ത്യയിൽ തീവ്രവാദ പരിശീലനം നടത്താനുള്ള സങ്കേതങ്ങളുമായിട്ടാണ്. സാധാരണ നമ്മൾ ഭീകരവാദികളെ പിടിക്കുന്ന AK-47 റൈഫിൾസും ഗ്രനേഡുകളും ഒക്കെ ആയിട്ടാണ്. ഈ പ്രാവശ്യം ഇതൊക്കെ കടന്നിട്ട് യുക്രൈൻ്റെ ഡ്രോണുകൾ, അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങൾ, റഷ്യയെ പ്രഹരിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇതെല്ലാമായിട്ടാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ കണ്ടെത്തിയത്. റഷ്യയുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സ്ഥലം. പക്ഷേ ഈ വിവരം ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത് ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായ റഷ്യ എന്ന രാഷ്ട്രമാണ്. ആ റഷ്യ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായിട്ടുള്ള അന്വേഷണ പദ്ധതി നടപ്പാക്കിയത്. ഒരു പക്ഷേ ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ദിഗ്വിജയം നേടിയപ്പോൾ ഈ യുക്രൈൻ ഭീകരവാദികൾ നോർത്ത് ഈസ്റ്റിൽ ആരുമറിയാതെ ഇന്ത്യക്ക് വെളിയിൽ ബർമയിൽ അവിടെ താവളമടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഭീകരപ്രവർത്തന പരിശീലനം നടക്കാനുള്ള ഒരു പോർമുഖം തുറക്കുകയാണ്. ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലുള്ള ശത്രുതയുമില്ലാത്ത ഒരു രാജ്യമാണ്. നല്ല രീതിയിൽ നയതന്ത്രം നടക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് ഇപ്പോൾ പക്ഷങ്ങളില്ല. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് മറ്റേ രാജ്യത്തെ ശത്രുവാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ നിർത്തി. എല്ലാ രാജ്യങ്ങളുമായിട്ട് സബ്കേ സാത്ത് എന്നുള്ള ഒരു നയം തന്നെയാണ് നടപ്പാക്കുന്നത്. എല്ലാവർക്കും ഒപ്പം. റഷ്യയുമായിട്ട് നമുക്ക് പിണക്കമില്ല, ചൈനയുമായിട്ട് പിണക്കമില്ല, അതുപോലെ അമേരിക്കയുമായിട്ടും ഇറാനുമായിട്ടും പിണക്കമില്ല, ഇസ്രായേലുമായിട്ടും പിണക്കമില്ല. ഒരു രാജ്യത്തെയും പിണക്കാതെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൈലാറ്ററൽ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ റിലേഷൻ ആണ് ഇന്ത്യ കൊണ്ടു നടക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ എന്തിനാണ് ഈ യുക്രൈൻ ഭീകരവാദം ഇന്ത്യയിൽ പരിശീലിക്കാൻ തീരുന്നത്? അവരുടെ നാടിപ്പോൾ വളരെ ദുർബലമായ അവസ്ഥയിലാണ്. സൈനികമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ട് റഷ്യ അടിച്ച് തകർക്കുകയാണ്. അമേരിക്ക തുടങ്ങിവെച്ച പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ നേട്ടം മുഴുവൻ കൊയ്യുന്നത് ഇപ്പോൾ റഷ്യയാണ്. റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഉപരോധങ്ങളൊക്കെ അമേരിക്ക തന്നെ പിൻവലിക്കേണ്ടി വന്നു. ലോകം ഊർജ പ്രതിസന്ധിയിലായപ്പോൾ ഇപ്പോൾ റഷ്യ എണ്ണ വിറ്റ് കോടികൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാലത്ത് ഇന്ത്യയെപ്പറ്റി അമേരിക്ക ഉന്നയിച്ച ഒരു ആരോപണം, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ, ബ്രെൻഡ് ക്രൂഡ് വാങ്ങിച്ചിട്ട് നമ്മൾ അത് റിഫൈൻ ചെയ്ത് കൊടുത്ത് കോടികൾ കൊയ്യുന്നു. ഇങ്ങനെ വാങ്ങുന്ന അസംസ്കൃത വസ്തുവിന് നമ്മൾ കൊടുക്കുന്ന പണം റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നാണ്. പക്ഷെ മറിച്ചാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലെ ഒരു സ്ഥലത്ത്, അതായത് ഡ്രസ്ബ എന്നാണ് ആ സ്ഥലത്ത്, ആ ഡ്രസ്ബ എന്നുള്ള സ്ഥലത്ത് ഉക്രൈൻ്റെ പൈപ്പ് ലൈൻ, എണ്ണയുടെയും വാതകത്തിൻ്റെയും പൈപ്പ് ലൈൻ രണ്ടും തകർന്നു തരിപ്പണമായ നിലയിലാണ്. അവർക്ക് വരുമാനം ആർജിക്കാനേ കഴിയുന്നില്ല. എണ്ണ വിറ്റ് പണം കൊയ്യാൻ കഴിയുന്നില്ലാത്ത ഒരവസ്ഥയിലാണ്. അതിൻ്റെ കൂടെ കടം കൊണ്ട് മൂടിയിരിക്കുകയാണ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ടും മണ്ണിൻ മനസ്സിൽ എന്ന് റഫീഖ് അഹമ്മദ് എഴുതിയ കാവ്യമയമായ ചലച്ചിത്ര ഗാനം പോലെ കടം കൊണ്ടു മാത്രം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ പലതുണ്ട്
ഭൂമിക്ക് മുകളിൽ എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രമാണ്. കടം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അമേരിക്കയുടെ കടത്തിനേക്കാളും പാകിസ്ഥാൻ്റെ കടത്തിനേക്കാളും വലിയ കടത്തിൻ്റെ ഒരു വലിയ ഭാരത്തിലാണ് ഉക്രൈൻകാർ ഇന്ന് ജീവിക്കുന്നത്. യൂറോപ്യൻ യൂണിയനോ അമേരിക്കയോ പണം കൊടുത്തില്ലെങ്കിൽ ഉക്രൈൻ തകരുന്ന ഒരവസ്ഥയിലാണ്. ആ അവസരത്തിലാണ് യൂറോപ്യൻ യൂണിയൻ മീറ്റിംഗ് കൂടി ഈ രാജ്യത്തിന് 90 ബില്യൺ യൂറോ എന്നാണ് അതിൻ്റെ പേര്, നാണയത്തിൻ്റെ പേര്. യൂറോപ്യൻ നാണയം കൊടുക്കാനുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ചർച്ച നടത്തിയത്. അത് പൊളിഞ്ഞു. ഹംഗേറിയൻ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള, ഹംഗറിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള വിക്ടോർ ഓർബാൻ അദ്ദേഹം ഈ പരിപാടി നടക്കുകയില്ല എന്ന് പറഞ്ഞ് എന്ന് അതിനെ എതിർത്തിരിക്കുകയാണ്. പണ്ടൊരു കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു പൂർവ്വ യൂറോപ്പിലെ ഈ രാജ്യം എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് ഗോർബച്ചേവിൻ്റെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും മൂലം കമ്മ്യൂണിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഈ ഹംഗറി ഇപ്പോൾ പിടിച്ചപിടിയാലേ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് വീറ്റോ ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രം എതിർത്ത് കഴിഞ്ഞാൽ ഈ ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അവരുടെ വ്യവസ്ഥ, അവരുടെ ഐക്യം. യൂറോപ്യൻ യൂണിയൻ്റെ ഭരണഘടന ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോൺ കിട്ടാൻ പോകുന്നു. കിട്ടിയില്ലെങ്കിൽ കടം വീട്ടാനോ വിദേശത്തു നിന്ന് എന്തെങ്കിലും വാങ്ങാനോ, അതായത് നിലനിൽക്കാനോ യുക്രൈന് സാധ്യമല്ല. എന്താ കാര്യം? ദീർഘവീക്ഷണമില്ലാത്ത എന്തൊക്കെയോ വ്യാമോഹങ്ങളുമായി റഷ്യയോട് പടവെട്ടി പല വർഷങ്ങളായിട്ട് അതിൻ്റെ GDP ഗ്രോത്ത് റേറ്റ് തകർന്നു തരിപ്പണമായി ഒരു വരുമാനവുമില്ലാത്ത ഒരു ദരിദ്ര രാഷ്ട്രമായിട്ട് ഇന്ന് യുക്രൈൻ മാറിയിരിക്കുന്നു. അതിൻ്റെ മെയിൻ്റനൻസിനോ റീകൺസ്ട്രക്ഷനോ, അതായത് ഇതിൻ്റെ പുനർനിർമ്മാണത്തിനോ പണമില്ലെന്നത് പോട്ടെ, നിത്യജീവിതത്തിന് വേണ്ടുന്ന, നിലനിൽപ്പിന് വേണ്ടുന്ന ജീവവായുവിന്, പ്രാണവായുവിന് പോലും ഇടമില്ലാത്ത തരം ഒരു സാമ്പത്തിക ധനപരമായിട്ടുള്ള ഒരു ICUവിലാണ് അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാഷ്ട്രം കിടക്കുന്നത്. ICUവിലാണ്. എന്നിട്ടോ തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് കാണിക്കാൻ സെലൻസ്കി ഇടയ്ക്കിടയ്ക്ക് റഷ്യയെ പ്രകോപിച്ചുകൊണ്ടിരിക്കുക. ഇറസ്പോൺസിബിൾ പ്രൊവക്കേഷൻ എന്ന് ഖത്തർ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യ വിടും, റഷ്യൻകാരുടെ അവർക്ക് ശക്തിയുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറം പണവും ധാരാളമുണ്ട്. അവർ വളരെ സമ്പന്നമായ രാഷ്ട്രം. ഇൻ്റലിജൻസിൽ മോശമാണോ? ഇന്ത്യക്ക് ഈ ഇൻ്റലിജൻസ് നടത്തിയത്, അതിൻ്റെ ഇൻപുട്ട് നൽകിയത് റഷ്യയുടെ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. ഇപ്പോൾ ഉക്രൈൻ പറയുന്നത് എന്താണെന്ന് അറിയോ? യുക്രൈനെ ഇന്ത്യയുമായിട്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ട് റഷ്യ ചമച്ച കള്ളമാണിത്. അല്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇവരിവിടെ ഡ്രോണും കൊണ്ടുവന്ന എന്തിനാ? കച്ചവടം നടത്താൻ വേണ്ടിയിട്ടോ? അല്ലല്ലോ. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സെൻസിറ്റീവ് മേഖലയിൽ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അത് നമ്മുടെ ചില മത നേതാക്കളും പ്രോത്സാഹിപ്പിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും. എന്താ മോദി അങ്ങോട്ട് പോയിട്ട് മോദിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ എന്ന് മനസ്സാലെ ആശ്വസിക്കാം, പുറമേ അനുശോചനവും രേഖപ്പെടുത്താം. ഇതായിരുന്നു അവരുടെ പ്ലാൻ. ആ പ്ലാനിനൊന്നും നിന്നു കൊടുക്കുന്ന ആളല്ല നരേന്ദ്രമോദി. അങ്ങനെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവിവേകം കാണിക്കുന്ന ആളല്ല. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ അതിനുശേഷം സിഖുകാരെ തന്നെ തൻ്റെ ബോഡി ഗാർഡുകളായിട്ട് നിയമിച്ചതിലൂടെ ചെയ്ത മണ്ടത്തരമൊന്നും പറ്റുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇപ്പോഴുള്ളത്. അങ്ങനെ ഷോ കാണിക്കുന്ന ആളും അല്ല മോദി. മണിപ്പൂരിൽ പോയിട്ട് ഇങ്ങനെ സെലൻസ്കിയെ പോലെ ഷോ കാണിക്കുന്ന ആളല്ല. ട്രംപിനെ പോലെയും ഷോ കാണിക്കുന്ന ആളല്ല അദ്ദേഹം. അതുകൊണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻ്റലിജൻസ് പറയുന്നത് മര്യാദയ്ക്ക് കേട്ടിട്ട് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ പോകാത്തതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഈ യുക്രൈൻ ഇന്ത്യയോട് ഇത്രയും വിരോധം വരാൻ കാരണം എന്താണെന്ന് നമുക്കൊരു സംശയം വരും. ഇവിടെ വന്ന് ഭീകര പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. മറ്റൊന്നുമല്ല, റഷ്യയെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന അതേപടി വിഴുങ്ങിക്കൊണ്ട്
ബുദ്ധി എന്ന് പറയുന്നത് നമുക്കില്ലാത്ത രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവായിട്ടുള്ള സെലൻസ്കി ഇന്ത്യയെ എന്നാൽ നമുക്ക് റഷ്യയെ തകർക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇന്ത്യയെ തകർക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ റഷ്യയെ പിന്തുണയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ ഒരു കുൽസിത ശ്രമമാണ് നമ്മുടെ NIA പൊളിച്ച് CIA ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരു അമേരിക്കൻ പൗരനും ഉണ്ടായിരുന്നു, അയാളെയും പിടികൂടി. അമേരിക്ക ഇതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം തെറ്റുപറ്റി അവരെ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല, പിടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കടുവയെ പിടിച്ച കടുവയായിട്ട് ഇന്ത്യയുടെ CIA മാറിയിരിക്കുന്ന കാഴ്ച അത് തീർച്ചയായിട്ടും വലിയൊരു വെളിപ്പാട്. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വലിയ കൂട്ടക്കലാപം നടത്തും. അത് കണ്ടിട്ട് മോദി പോ, ഗോ മോദി എന്നും പറഞ്ഞ് പ്രകടനം നടത്തും രാഹുൽ ഗാന്ധിയും സംഘവും. ആ ദുരന്തം ഒഴിവാക്കിയതിന് നമ്മൾ റഷ്യയുടെ ഇൻ്റലിജൻസ് ഏജൻസിയോട് ഹൃദയംഗമമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. പണ്ട് ചൈനയും അമേരിക്കയും എതിർത്തിട്ടും ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിക്കാൻ കഴിഞ്ഞതിന് ആ നന്ദി നമുക്കുണ്ട്. അതിനോടൊപ്പം മറ്റൊരു നന്ദി കൂടി നമുക്ക് റഷ്യയ്ക്ക് കൊടുക്കേണ്ട, ഒരു റെഡ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ഇന്ത്യയുടെ മഹത്തായ ഒരു വിജയമാണ് അതിർത്തി. അതുകൊണ്ട് തന്നെ മഹത്തായ വിജയങ്ങളൊന്നും നമ്മുടെ പത്രങ്ങൾ ആഘോഷിക്കാറില്ല, വാർത്തയായി കൊടുക്കാറില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് ഈ കിട്ടിയ വിവരങ്ങൾ ഇത് യഥാർത്ഥമായിട്ടുള്ള വസ്തുതയാണ്, അത് നിങ്ങളോട് ആധികാരികമായിട്ടുള്ള വസ്തുതയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.